ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ രേവതി സമ്പത്ത് എല്ലാവരും ചെയ്ത വീഡിയോ ആണ്. രേവതി സമ്പത്ത് ഒരു മീറ്റു ആരോപണം നടത്തിയിരിക്കുകയാണ്. ഒന്നല്ല, വളരെയേറെ കുറേ വ്യക്തികൾ ഈ ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായാലും മ്യൂസിക് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നായാലും സംവിധായകന്മാരുടെ ലിസ്റ്റായാലും അതിനെല്ലാം അപ്പുറം നമ്മുടെ അമ്മയുടെ ജനറൽ സെക്രട്ടറിയായ സിദ്ദീഖിനെതിരെ വരെ ഒരു ആരോപണമായിട്ട് വന്നിരിക്കുകയാണ്. സിദ്ദീഖ് 17 വയസ്സുള്ളപ്പോൾ, അതായത് കുട്ടിയായിരുന്ന സമയത്ത് റേപ്പ് ചെയ്തു എന്നാണ് പറയുന്നത്. സോ ഇത് ജെനുവിനായിട്ടുള്ള ഒരു ഇതായിട്ടാണ് തോന്നുന്ന കാര്യം. സ്വന്തം ഒഫീഷ്യൽ അക്കൗണ്ട് വഴിയാണ് ഈ പറയുന്ന സിദ്ദീഖ് അവരോട് സംസാരിച്ചതെന്നും അവരെ മീറ്റ് ചെയ്യണമെന്ന് പറയുന്നതെന്നും ഒക്കെ അവർ പറയുന്നുണ്ട്. അപ്പോൾ ഉറപ്പായിട്ടും ഇതിനകത്ത് എന്താ പറയുന്ന ഒരു ആക്ഷൻ എടുക്കേണ്ടത്. അതിന് അവരും കൂടെ വിചാരിച്ചാലേ നടക്കൂ. ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഇവർ തമിഴിലും തെലുങ്കിലും ഒക്കെ ഒരുപാട് നല്ല നല്ല വേഷങ്ങൾ ചെയ്തിട്ടുള്ള സ്ത്രീയാണ്. അതുപോലെ തന്നെ മലയാളത്തെ വളരെ ചുരുക്കം സൈഡ് റോളുകളൊക്കെ മാത്രമേ ഈ രേവതി സമ്പത്ത് എന്ന് പറയുന്ന ഈ നായിക ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ കാര്യം എന്താണെന്ന് അറിയില്ല. പക്ഷേ ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയാം, ഈ മീറ്റു ആരോപണങ്ങൾ ഇപ്പോൾ വരുമ്പോൾ അതിനെതിരെ ഒരു പരാതിയും കൂടെ നിങ്ങൾ കൊടുത്തിട്ടില്ലെങ്കിൽ കൊടുക്കേണ്ടത് തന്നെയാണ്. കാര്യം അറിവില്ലാത്ത പ്രായത്തിൽ സംഭവിച്ചാണ്. പിന്നെ കരിയർ നോക്കിയപ്പോൾ അവരത് മൂടി വെക്കേണ്ടി വന്നു എന്നൊക്കെ ഉള്ളൊരു കാര്യം നിൽക്കുമ്പോൾ തന്നെ ഈ ഒരു സംഭവം മുന്നോട്ട് വരുമ്പോൾ, അതും അമ്മയുടെ ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന സിദ്ദീഖിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു കാര്യം മുന്നോട്ട് വരുമ്പോൾ അതൊരു പരാതിയായിട്ട് പോവുകയും എളുപ്പം തന്നെ ഇതിനെപ്പറ്റി കണ്ടെത്താനും ഇവരോട് മോശമായിട്ട് സംസാരിച്ചതൊക്കെ ഈ പറയുമാതിരി സിദ്ദീഖിൻ്റെ ഒഫീഷ്യൽ അക്കൗണ്ടിൽ തന്നെ ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന് നടപടി എടുക്കാം. പിന്നെ ആഷിഖ് കപൂറിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. ആഷിഖ് കപൂറിൻ്റെ സ്വഭാവം നമുക്കറിയാം. പക്ഷെ സിദ്ദീഖിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു ഇത് നമ്മൾ പ്രതീക്ഷിച്ചല്ല. ഇതൊരു ജെനുവിനായിട്ടുള്ളൊരു കേസാണെന്നാണ് തോന്നുന്നത്. ഒരുപാട് പേരെ സിദ്ദീഖ് ഇതേ കണക്ക് അബ്യൂസ് ചെയ്തിട്ടുണ്ടെന്ന് ഈ സ്ത്രീ വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നടക്കുന്ന മീറ്റു ആരോപണങ്ങൾ ഈ ഒരു സമയം കഴിയുമ്പോൾ മാഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി തന്നെ ഇതൊരു ലീഗലായിട്ട് ഇതെടുക്കുകയാണെങ്കിൽ സിദ്ദീഖിന് ഇനിയൊരു ഇതുണ്ടാവും. കാര്യം ഇല്ലെങ്കിൽ പിന്നെ ഇപ്പോൾ വരുന്ന ആരോപണങ്ങളല്ല. ഇപ്പം ഒരുമാതിരിപ്പെട്ട നായകന്മാരെല്ലാം വിചാരിക്കുന്നത് തനിക്കെതിരെയുള്ള ആരോപണം ഇപ്പം വന്നു കഴിഞ്ഞിരുന്നെങ്കിൽ എന്നാണ്. കാര്യം അധികം ചർച്ചയാവത്തില്ല. കാര്യം എന്തോരം വിഷയങ്ങൾ ചർച്ചയാവുന്നു. ഇപ്പോൾ രഞ്ജിത്തിൻ്റെ വിഷയം ചർച്ചയാവുന്നു. അങ്ങനെ കുറേ വിഷയങ്ങൾ ഇങ്ങനെ ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ ചർച്ചയായിട്ട് 1-2 ദിവസം സംസാരിച്ച് അതങ്ങ് പോകും. നേരെ മറിച്ച് ഒരു കേസ് കൊടുക്കുകയാണെങ്കിൽ അത് എവിഡൻ്റലായിട്ട് നിൽക്കും. ഈ മനുഷ്യനെ മറ്റുള്ളവർ സൂക്ഷിക്കും. ഇദ്ദേഹത്തിൻ്റെ അമ്മയുടെ ഇതിൽ നിന്ന് ഒഴിവാക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ പറയുമ്പോൾ പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന സംഭവത്തിൽ സിദ്ദീഖിൻ്റെ പേര് നേരത്തെ ഉയർന്നു കേൾക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ തീർച്ചയായും ഇതിനകത്തൊരു ഇതെടുക്കണമെന്നാണ്. പക്ഷേ ലാലേട്ടനെ മമ്മൂട്ടിയൊന്നും അങ്ങനെ ആരും പറയുന്നത് കേട്ടിട്ടില്ല. അപ്പോൾ ലാലേട്ടനെ പറ്റിയൊക്കെ ഒരുപാട് മോശം അഭിപ്രായങ്ങൾ ആൾക്കാർ പറയുമെങ്കിലും ഇവരെ പറ്റി ഒന്നോ അല്ലെങ്കിൽ ഇപ്പോൾ ദുൽഖറോ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഈ മുകളിലിരിക്കുന്ന വലിയ താരങ്ങളൊന്നും അല്ല പ്രശ്നക്കാർ. ഈ ക്യാരക്ടർ റോള് ചെയ്യുന്നവർ, ഈ ഇടനിലക്കാർ. ഇപ്പം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നിപ്പം നല്ല റോളിൽ നിൽക്കുന്ന പൃഥ്വിരാജ് അടക്കം ഉള്ള നായകന്മാരുടെ ഈ കഴിഞ്ഞ കാലങ്ങളിൽ അവരുടെ സ്ഥലത്തൊക്കെ ഈ പ്രൈമറി ബ്രോഡാഡിയുടെയൊക്കെ സെറ്റിൽ ഇതേ കണക്ക് റേപ്പ് കേസ് വന്നപ്പം പൃഥ്വിരാജൊക്കെ അത് നൈസായിട്ട് അയാളെ ഊരിക്കൊടുക്കുകയാണ് ചെയ്തത്. ആ നായികയ്ക്കുണ്ടായ നഷ്ടം അവർ ഒരിക്കലും പരിഗണിച്ചിട്ടില്ല. പിന്നെ അവർക്ക് സിനിമ നിഷേധിച്ചു. സിനിമകളൊന്നും കിട്ടുന്നില്ല എന്നുള്ളൊരു പശ്ചാത്തലമാണ് ഇപ്പം മിക്കവരും. ഇപ്പം പൃഥ്വിരാജൊക്കെ സ്വന്തമായിട്ട് പ്രൊഡ്യൂസർ കമ്പനിയൊക്കെ ഉള്ളതാണ്. എന്നിട്ടും അവരുടെ സിനിമയുടെ ഒന്നും പാട്ടല്ല ഈ നായിക എന്നുള്ളത് ഭയങ്കര അങ്ങേയറ്റം ദുഃഖകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവരെല്ലാവരും ഈ പറയുമാതിരി ഒത്തുതീർപ്പ് എന്നുള്ള രീതിയിലാണ് പോകുന്നത്. ഈ കാലയളവിൽ നായകന്മാർ ഭയപ്പെടുന്നു എന്നാണ് പലരും പറയുന്നത്. പക്ഷെ ഒരിക്കലും അല്ല. എല്ലാ നായകന്മാരും ദൈവമേ ഇപ്പോൾ ഉള്ള പീഡനമല്ല ഇപ്പോൾ വന്ന് സംസാരിച്ചിട്ടങ്ങ് പോകണേ എന്നങ്ങ് വിചാരിക്കുന്ന ടീമുകളാണ്. കാര്യം ഒരാൾ വരും, സംസാരിക്കും, 2 ദിവസം കഴിയും, അടുത്ത ആളുടെ വരും, 2 ദിവസം കഴിയും, സംസാരിക്കും, അങ്ങനെ തന്നെ പോകും. സോ ഇതെല്ലാം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലും ഉണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് ആക്ഷൻ എടുത്ത് മുന്നോട്ട് പോവുക. ഈ പറയുന്ന തെളിവുകൾ എവിഡൻസൊക്കെ എന്നൊക്കെ അപ്പുറം നാണക്കേട് ഒരു ദിവസമെങ്കിൽ ഓരോ ദിവസം അറസ്റ്റ് ചെയ്ത് അവരെ കോടതിയിലെത്തിച്ച് നാണം കെടുത്താൻ കഴിയുവാണെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള കാര്യം.
സോ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. പിന്നെ പലരും പറയുന്നുണ്ട് ഈ കിട്ടേണ്ടപ്പോൾ എല്ലാം കിട്ടിയിട്ട്, പക്ഷേ ഈ ഒരു പ്രായമാണ് കുഴപ്പം. ഈ പ്രായം ഒരു പ്രശ്നമാണ്. പിന്നെ ഇവർക്കെതിരെ നല്ല സൈബർ ബുള്ളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സൈഡ് ലെങ്ത്തിൽ നല്ല സൈബർ ബുള്ളൊക്കെ ഇതിന് മുമ്പ് അവർ തുറന്നു പറഞ്ഞപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അത് നമുക്കിവിടെ വെക്കാം. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കൂടെ കമൻറ്റ് ബോക്സ് രേഖപ്പെടുത്തുക മാന്യമായ രീതിയിൽ. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.